കൂലി നൽകാൻ ഫണ്ടില്ലാത്തതിനാൽ സ്കൂളിന് സുരക്ഷാ ഭീഷണിയായ മരം സ്വയം വെട്ടിമാറ്റിയ അധ്യാപകൻ. കാസർഗോഡ് ഗവൺമെന്റ് യു പി സ്കൂളിലെ അധ്യാപകൻ AS രഞ്ജിത്താണ് മരം വെട്ടിമാറ്റിയത്. അരുൺ പാറയ്ക്കൽ വിവരങ്ങളുമായി. അരുൺ, അപകട ഭീഷണി ഉയർത്തി നിന്ന മരമാണോ ഇത്? എന്തുകൊണ്ടാണ് അധ്യാപകന് ഇത് വെട്ടിമാറ്റേണ്ടി വന്നത്? ഈ മരം മുറിച്ചു മാറ്റണമെന്നുള്ളത് സ്കൂൾ അധികൃതർ ബന്ധപ്പെട്ട വകുപ്പിനെ അറിയിച്ചില്ലേ? അനുജ, ഇന്നിപ്പോൾ രണ്ടാമത്തെ വാർത്തയാണ്. ഈ അധ്യാപകരുടെ പ്രവൃത്തികൾ സംബന്ധിച്ച രണ്ടാമത്തെ വാർത്തയാണ് ഇതിപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ആദ്യത്തെ വാർത്ത അധ്യാപകനൊരു കുട്ടിയുടെ കർണപുടം പൊട്ടിച്ചതായിരുന്നു. ഇതിപ്പോൾ സന്തോഷകരമായൊരു വാർത്തയാണ്. അധ്യാപകൻ എങ്ങനെയാണ് ഒരു സ്കൂളിൽ പെരുമാറേണ്ടത് എന്നതിനെക്കുറിച്ചുള്ളൊരു സംഭവമാണ്. ഇന്നലെയാണ് ഈ കാസർഗോഡ് ഗവൺമെൻറ് സ്കൂളിലെ അധ്യാപകൻ MS രഞ്ജിത്ത് ഈ മരം വെട്ടി നീക്കുന്നത്. അതായത് കൂലി നൽകാൻ, ഈ മരം വെട്ടി നീക്കണമെങ്കിൽ ആ പണിക്കാരന് കൂലി നൽകണം. അതിന് ഈ സ്കൂളിൽ പ്രത്യേകമായ ഫണ്ടൊന്നുമില്ല. അത് നേരത്തെ തന്നെ തദ്ദേശ സ്ഥാപനങ്ങളിലൊക്കെ അറിയിച്ചെങ്കിലും അതിലൊരു നടപടിയൊന്നും ഉണ്ടായില്ല. ഓടിട്ട കെട്ടിടമാണ്. അതുകൊണ്ട് തന്നെ ഏത് സമയം വേണമെങ്കിലും അപകടഭീതിയുണ്ട്. അതിതീവ്ര മഴ പല സമയങ്ങളിലും കാസർഗോഡ് ജില്ലയിൽ ശക്തമായി പെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ മരം വെട്ടി നീക്കാൻ ഒരു ഒഴിവ് ദിനം അധ്യാപകൻ തിരഞ്ഞെടുത്തത്. മരത്തിന് മുകളിൽ കയറി ശിഖരങ്ങളൊക്കെ തന്നെ വെട്ടിമാറ്റിയിട്ടുണ്ട്. മരം പൂർണ്ണമായും വെട്ടിമാറ്റാനാണ് തീരുമാനം. ഒരുപക്ഷെ ഈ സ്കൂളിന് മുകളിലേക്ക് മരം വീഴുകയാണെങ്കിൽ അത് വലിയ അപകടത്തിലേക്ക് കടക്കുമെന്നാണ് അധ്യാപകനും പറയുന്നത്. അധ്യാപകൻ മരം വെട്ടിമാറ്റുക മാത്രമല്ല, സ്കൂളിലെ മറ്റ് പണികളൊക്കെ തന്നെ, അതായത് എന്തെങ്കിലും അത്യാവശ്യ ഘട്ടമുണ്ടെങ്കിൽ ഓട് മാറ്റുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലുമുള്ള പണികളൊക്കെ തന്നെ ഈ അധ്യാപകൻ തന്നെയാണ് ചെയ്യാറ്. അതെല്ലാവർക്കും ഒരു മാതൃകയാവട്ടെ എന്നാണ് അധ്യാപകൻ പറയുന്നത്. അനുജ, ഇതെന്താണ് അദ്ദേഹം ഈ മരത്തിന്റെ ചില്ലകളാണോ തൽക്കാലം വെട്ടിമാറ്റിയിട്ടുള്ളത്? അരുൺ, അനുജ, അദ്ദേഹം ഇപ്പോൾ തൽക്കാലം മരത്തിന്റെ ചില്ലകളാണ് വെട്ടിമാറ്റിയിട്ടുള്ളത്. സുരക്ഷ എന്നോണമാണ് അത് വെട്ടിമാറ്റിയത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഓടിട്ട കെട്ടിടമാണ്. ഓടിട്ട കെട്ടിടമായതിനാൽ ഈ ശക്തമായ മഴയും കാറ്റും ഉള്ളപ്പോൾ ഏത് സമയം വേണമെങ്കിലും ഈ മരച്ചില്ല ആ കെട്ടിടത്തിന് മുകളിലേക്ക് വീണ് അപകടം പറ്റാനുള്ള സാധ്യതയുണ്ട്. ചെറിയ കുട്ടികളുടെ ക്ലാസ്സാണ്, അതുകൊണ്ട് തന്നെ അപകടം പറ്റാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഇനിയൊരു അപകടം ഉണ്ടാവരുതെന്ന് കരുതിയാണ് അദ്ദേഹം ഈ മരച്ചില്ല വെട്ടിനീക്കിയിരിക്കുന്നത്. മരച്ചില്ലകൾ, ആ ഭാഗത്തുള്ള മരച്ചില്ലകൾ പൂർണ്ണമായും വെട്ടിനീക്കിയിട്ടുണ്ട്. ഇതൊരു മാതൃകാ പ്രവൃത്തിയാണെന്ന് അദ്ദേഹത്തെ അഭിനന്ദിച്ചുകൊണ്ട് എല്ലാവരും പറയുന്നുണ്ട്. അനുജ, ശരി, കൂലി നൽകാൻ ഫണ്ടില്ലാത്തത് കൊണ്ടാണ് സ്കൂളിന് സുരക്ഷാ ഭീഷണിയായി മാറിയ മരം അധ്യാപകൻ സ്വയം വെട്ടിമാറ്റിയത്. മരച്ചില്ലകൾ വെട്ടിമാറ്റുകയായിരുന്നു. കാസർഗോഡ് ഗവൺമെന്റ് UP സ്കൂളിലെ അധ്യാപകൻ AS രഞ്ജിത്താണ് മരച്ചില്ലകൾ വെട്ടിമാറ്റി മാതൃകയായത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.